ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ അല്പം കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് സമയമാണ്, കുറച്ചുകൂടി നീട്ടിവെക്കാം തുടങ്ങിയ ഒരു തീരുമാനം രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. BJP അടക്കം ഇന്ന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കെ സുരേന്ദ്രൻ അടക്കം അങ്ങനെ ഒരു തീരുമാനം രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അല്ല, കെ സുരേന്ദ്രൻ പറയുന്നത് വെളിവുള്ള കാര്യമല്ല എന്ന് കേരളത്തിന് പൊതുവിൽ അറിയാമല്ലോ. പണ്ട് സ്വർണ്ണ ബാഗ് വിട്ട് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞൊരു കള്ളം പറഞ്ഞു പോയിട്ട് പിന്നെ ആ മാന്യനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കെ സുരേന്ദ്രനും പറയുന്നതിനൊന്നും മറുപടി പറയാൻ നമുക്കാവില്ല, മറുപടി പറയേണ്ട കാര്യമില്ല. അങ്ങനെ എണ്ണപ്പെടേണ്ട ഒരു നേതാക്കന്മാരല്ല അവരാരും, അവരൊക്കെ BJP തന്നെ തള്ളപ്പെട്ടു പോയവരാണ്. അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം. അത് വഴിയേ അറിഞ്ഞോളൂ. ഇന്ന് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. കെ സുരേന്ദ്രന്റെ വെളിവിനെ സംബന്ധിച്ച് കേരള സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം വേദി പങ്കിട്ടതിന് ശേഷം അതിനെ ന്യായീകരിക്കാൻ അയാൾ കേവലം കുറ്റാരോപിതൻ മാത്രമല്ല, അയാൾ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള അപരാധിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ CPM-ന്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വെളിവിനെ സംബന്ധിച്ചും കേരള സമൂഹത്തിന് ധാരണയുണ്ട്. വെളിവും വെളിവുകേടും തമ്മിൽ പരിശോധിക്കാനുള്ള അധികാരം CPM-ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വിപരീതമായിട്ടുള്ള രീതിയിലായിരിക്കും അത് ഗണിക്കപ്പെടുക എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സമാധാനമായ